ഹായ് ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ വിൻ്റർ സീരീസിൻ്റെ 4ാമത്തെ വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു നൈറ്റ് സിറ്റിസ്കേപ്പ് ആണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടി ആദ്യം നമ്മളൊരു ബ്ലൂ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് കോബാൾട്ട് ബ്ലൂ ഷെയ്ഡാണ്. മുകളിൽ നിന്ന് ഡാർക്കർ ഷെയ്ഡും താഴത്തേക്ക് വരുമ്പോൾ ലൈറ്റർ ഷെയ്ഡുമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ലൈറ്റർ ഷെയ്ഡ് ആക്കാൻ വേണ്ടി ഞാൻ വൈറ്റ് മിക്സ് ചെയ്തിട്ട് നല്ല പ്രോപ്പറായിട്ട് ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് കളർ ബ്ലൂ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. കോബാൾട്ട് ബ്ലൂവോ അല്ലെങ്കിൽ അൾട്രാമറൈൻ ബ്ലൂവോ യൂസ് ചെയ്യാം. ഈ രണ്ട് കളേഴ്സ് യൂസ് ചെയ്യുവാണെങ്കിൽ ഒരു ബ്രൈറ്റ് എഫക്റ്റ് കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രഷ്യൻ ബ്ലൂ ആയാലും യൂസ് ചെയ്യാം. ആ ഒരു ഡെപ്ത് ആ ഒരു നൈറ്റ് സിറ്റിസ്കേപ്പിന് കിട്ടും. അതിനുശേഷം നമുക്ക് സിറ്റിസ്കേപ്പിൻ്റെ ബിൽഡിങ്സ് നമുക്ക് വരയ്ക്കാം. അതിന് വേണ്ടി ഞാനിവിടെ പ്രഷ്യൻ ബ്ലൂവും അതിൻ്റെ കൂടെ കുറച്ച് വൈറ്റും കൂടെ മിക്സ് ചെയ്തിട്ട് ബിൽഡിങ്സ് ആണ് വരയ്ക്കുന്നത്. ദൂരെയുള്ള ബിൽഡിങ്സ് കാണിക്കാൻ വേണ്ടിയാണ് ഈ ഒരു ലൈറ്റർ ഷെയ്ഡ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം കുറച്ച് അടുത്തുള്ള ബിൽഡിങ്സ് കാണിക്കാൻ വേണ്ടി നമുക്ക് ബ്ലാക്കിൽ കുറച്ച് വൈറ്റ് മാത്രം മിക്സ് ചെയ്തിട്ട് ഒരു ഡാർക്ക് ഗ്രേ ഷെയ്ഡ് പോലെ, പ്രോപ്പർ ബ്ലാക്ക് അല്ല, ഒരു ഡാർക്ക് ഗ്രേ ഷെയ്ഡ് പോലെ നമുക്ക് കൊടുക്കാം. അതിനുശേഷം നമുക്ക് സ്നോ വരയ്ക്കാം. സ്നോ വരയ്ക്കാൻ വേണ്ടി ഞാനിവിടെ വൈറ്റും ബ്ലാക്കുമാണ് യൂസ് ചെയ്യുന്നത്. അധികം വൈറ്റും ഒരു തരി ബ്ലാക്ക് മാത്രം അവിടെ ഇവിടെയും ഷെയ്ഡിങ് പോലെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമുക്കൊരു സ്നോയിൻ്റെ എഫക്റ്റ് കൊണ്ടുവരാൻ പറ്റും. അതിനുശേഷം ഞാനിവിടെ കുറച്ച് ട്രീസാണ് വരയ്ക്കാൻ പോകുന്നത്. ട്രീസ് വരയ്ക്കാൻ വേണ്ടി ഞാൻ പ്രോപ്പർ ബ്ലാക്ക് കളർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു തിൻ റൗണ്ട് ബ്രഷ് വെച്ചിട്ട് നമുക്ക് ഇതേമാതിരി ബ്രാഞ്ചസും അതുപോലെ തിൻ ബ്രാഞ്ചസ് നമുക്ക് വരയ്ക്കാൻ പറ്റും. അപ്പോൾ കുറച്ച് ദൂരെയുള്ള മരങ്ങൾ കുറച്ച് ചെറുതാക്കിയും കുറച്ച് അടുത്തുള്ള മരങ്ങൾ കുറച്ചും കൂടെ അതിൻ്റെ ട്രങ്കിനും ബ്രാഞ്ചസിനും കുറച്ചും കൂടെ ഒരു വലുപ്പം കൊടുക്കണം. ബ്രാഞ്ചസ് വളരെ തിന്നായിട്ടിരിക്കുന്നതായിരിക്കും നല്ലത്. ഇലയൊന്നും വരയ്ക്കുന്നില്ല. ഓട്ടം സീസൺ കഴിഞ്ഞിട്ടാണല്ലോ വിൻ്റർ സീസൺ വരുന്നത്. അപ്പോൾ ഇലകളൊന്നും കാണില്ല. അപ്പോൾ ജസ്റ്റ് ഉണക്കമരം പോലെ ഇരിക്കുകയുള്ളൂ. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ജസ്റ്റ് ബ്രാഞ്ചസ് മാത്രമായിട്ട് വരയ്ക്കുന്നത്. അതിനുശേഷം നമുക്കൊരു ലാമ്പ് പോസ്റ്റ് വരയ്ക്കാം. ലാമ്പ് പോസ്റ്റ് വരയ്ക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഓൾറെഡി വേണമെങ്കിൽ ഔട്ട്ലൈൻ ഇട്ട് വെക്കാം. ഞാനിവിടെ ഗ്ലാസ് മാർക്കിംഗ് പെൻസിലുകൊണ്ട് ഔട്ട്ലൈൻ ഇട്ട് വെച്ചിട്ടുണ്ട്. ഗ്ലാസ് മാർക്കിംഗ് പെൻസിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സാധാരണ നോർമൽ പെൻസിലുകൊണ്ട് നിങ്ങൾക്ക് ഔട്ട്ലൈൻ വരച്ച് വെക്കാവുന്നതാണ്. അതിനുശേഷം തിൻ ഏതെങ്കിലും ഒരു റൗണ്ട് ബ്രഷ് കൊണ്ട് ജസ്റ്റ് അതിന് ബ്ലാക്ക് കൊണ്ട് തന്നെ ഔട്ട്ലൈൻ ഇട്ട് കൊടുക്കാം. അതിനുശേഷം അതിന് താഴെ ഒരു ബേസ്മെൻറ്റ് നമുക്ക് വരച്ചു കൊടുക്കാം. ചില ലാമ്പ് പോസ്റ്റിന് ഇതേമാതിരി വർക്കുകളൊക്കെ കാണും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ആഡ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ഈ ലാമ്പിനുള്ളിൽ ഒരു ലൈറ്റിൻ്റെ എഫക്റ്റ് കൊടുക്കാം. അതിനുവേണ്ടി ആദ്യം അതിനുള്ളിൽ ഫുൾ വൈറ്റ് കളർ നമുക്ക് കൊടുക്കണം. 3 ലാമ്പിനും വൈറ്റ് കളർ കൊടുക്കണം. അതിന് ശേഷം ഈ വൈറ്റിന് ചുറ്റും യെല്ലോ ഷെയ്ഡ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കതിൽ ലൈറ്റ് ഇട്ട പോലെ തോന്നിക്കും. ഇനി നമുക്ക് ഈ ലാമ്പ് പോസ്റ്റിലും ലാമ്പിൻ്റെ മുകളിലും കുറച്ചൊക്കെ സ്നോ വീണ് കിടക്കുന്ന രീതിയിൽ നമുക്ക് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് മൂൺ വരയ്ക്കാം. മൂൺ വരയ്ക്കാൻ വേണ്ടി ആദ്യം നമുക്കൊരു വൈറ്റ് കളർ ബേസ് കൊടുക്കാം. അതിനുശേഷം നമുക്ക് യെല്ലോ കളർ കൊണ്ട് ജസ്റ്റ് ഔട്ട്ലൈൻ ഇട്ട് കൊടുത്തിട്ട് അതിനുള്ളിൽ ആ യെല്ലോ കളറും വൈറ്റും കൂടെ പ്രോപ്പറായിട്ട് ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഉദിച്ച് നിൽക്കുന്നൊരു ചന്ദ്രനെ പോലെ നമുക്ക് തോന്നും. അവസാനം നമുക്ക് സ്നോഫോളും കൂടെ നമുക്ക് ആഡ് ചെയ്യാം. അതിന് വേണ്ടി നമ്മൾ സ്പ്ലാറ്റർ മെത്തേഡ് കുറച്ച് വെള്ളത്തിൽ വൈറ്റ് കളർ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് കുടഞ്ഞു കൊടുത്താൽ മതി. ഒന്നില്ലെങ്കിൽ ഡയറക്റ്റ് കുടയുക, അല്ലെങ്കിൽ 2 ബ്രഷ് വെച്ചിട്ട് തട്ടി കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ പെയിൻറ്റിങ് കംപ്ലീറ്റ് ആയി. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വളരെ എളുപ്പമുള്ള പെയിൻറ്റിങ്ങുകൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.